അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം മലപ്പുറം വേങ്ങരയിൽ വളരെയധികം സങ്കടകരമായ ഒരു സംഭവം നടക്കുകയുണ്ടായി. ഒരു പിതാവും ഒരു മകനും കൂടി നബിദിന പരിപാടി കാണുവാൻ വേണ്ടി റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് ഒരു വാഹനം അതിവേഗം ചെറിപ്പാഞ്ഞു വരികയാണ്. ഒരു ബൈക്കാണ്. ആ ചെറുപ്പക്കാരൻ്റെ അമിതമായ ആ ഒരു ബൈക്ക് യാത്ര ആ ഒരു പാവം സഹോദരൻ്റെ ജീവനെടുക്കുകയാണ്. എന്തോ ഭാഗ്യവശാൽ ആ കുഞ്ഞു കുരുന്നിന് ഒരു അപകടവും സംഭവിച്ചില്ല. തന്റെ പിതാവിൻ്റെ കയ്യും പിടിച്ച് നബിദിന പരിപാടി കാണുവാൻ വേണ്ടി സന്തോഷത്തോടുകൂടി പോകുന്ന ആ പൊന്നുമോൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തൻ്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നു. എത്രത്തോളം വേദനാജനകമായ ഒരു സംഭവമാണിത്. കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. വേങ്ങര അമ്പലപ്പുറായ കാവുങ്ങൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന പാലരി മുഹമ്മദ് കുട്ടി ബാഖവിയുടെ മകനായിട്ടുള്ള അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരനാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് 39 വയസ്സാണ് പ്രായം. മലപ്പുറം വേങ്ങരയിലെ ഗാന്ധിദാസ് പടിക്ക് സമീപത്ത് വെച്ചുകൊണ്ട് രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അദ്ദേഹം കാർ നിർത്തിയിടുന്നു. അതിനുശേഷം അവിടെയുള്ള SBI ബാങ്കിന് പിന്നിലുള്ള മദ്രസയിലേക്ക് നബിദിന പരിപാടി കാണുവാൻ വേണ്ടി തൻ്റെ മകനെയും കൈപിടിച്ച് ആ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്താണ് അതിവേഗതയിലെത്തിയ ഒരു ബൈക്ക് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഭാഗ്യത്തിനു കൂടെ ഉണ്ടായിരുന്ന മകൻ നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയാണ്. പരിക്കേറ്റ ജലീലിനെ ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഇന്ന് ഉച്ചയോടുകൂടി വേങ്ങര കാവുങ്ങൽ പള്ളി ജുമാ മസ്ജിദിൽ ഖബറടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. മുഹമ്മദ് ഹാഷിർ, അബ്ദുൽ വദൂദ്, അബ്ദുൽ ഹന്നാൻ, മുഹമ്മദ് എന്നിങ്ങനെ 4 പൊന്നുമന മക്കൾ. 4 മക്കളെയും തനിച്ചാക്കിയാണ് അദ്ദേഹം യാത്രയാവുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ച് അത് വല്ലാതെ വേദനയുണ്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൂടി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ നബിദിനത്തിൻ്റെ അന്ന് ഓരോ മക്കളും സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ ആ മക്കളെ സംബന്ധിച്ച് അതൊരു സന്തോഷത്തിൻ്റെ ദിനമായിരിക്കില്ല. അത് വല്ലാതെ അവരെ പ്രയാസപ്പെടുത്തിയൊരു ദിനമായിരിക്കും. കാരണം ഇത്രയും നാൾ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയെന്നുള്ള ആ സങ്കടകരമായ ഒരു ദിവസം, വേദനാജനകമായ ഒരു ദിവസം, അതിലൂടെയായിരിക്കും ആ മക്കൾ കടന്നുപോയിട്ടുണ്ടാവുക. ആ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൂടി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആളുകൾ നടന്നു പോകുന്ന റോഡിലൂടെ ബൈക്കിലൂടെയും കാറിലൂടെയും ചീറിപ്പായുന്നുണ്ട്. അത്തരത്തിൽ ചീറിപ്പായുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവനുകളാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല. അത്തരം മരണങ്ങൾ അത് നമ്മളിൽ, നമ്മുടെ കുടുംബത്തിൽ വന്നെത്തിച്ചേരുമ്പോൾ മാത്രമേ ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ വില എത്രത്തോളം ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടു പോയത്. അദ്ദേഹത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്, 4 മക്കളുണ്ട്. ഇത്രത്തോളം പ്രയാസകരമായ ഒരു കാര്യമാണിത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി നിരന്തരമായി കേൾക്കുന്ന വാർത്തകളാണ്. റോഡ് അപകടങ്ങളിൽപ്പെട്ട്, വാഹന അപകടങ്ങളിൽപ്പെട്ട് നിരന്തരമായി ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. മദ്യപിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും റോഡിലൂടെ പോകുന്ന പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ ദേഹത്തുകൂടിയാണ് ഇത്തരം ആളുകൾ വാഹനം ഇടിച്ചു കയറ്റുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ, താൻ വലിയ കേമനാണ്, താൻ ബൈക്കിൽ വിദഗ്ധനാണ് എന്ന് മറ്റുള്ളവരെ അറിയിപ്പിക്കാൻ വേണ്ടി ബൈക്കിലൂടെയും മറ്റും അമിത വേഗത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ ദേഹത്തുകൂടി ബൈക്കുകൾ ഇടിച്ചു കയറ്റുന്നു. ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരമായി കേൾക്കുന്നു. എന്നിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചിന്തിക്കാൻ ഇത്തരം മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ ഇടിപ്പിച്ച് മറ്റുള്ളവരെ കൊല്ലുന്നവർ അറിയണം, ആ ഒരു ദുരന്തം അത്തരം ആളുകളിലേക്കും വന്നെത്തിച്ചേരാൻ അധിക സമയമൊന്നും വേണ്ട എന്നുള്ളത്. ഇത്തരത്തിൽ വാഹനം ഓടിച്ചുകൊണ്ട് ആളുകളുടെ ജീവനെടുക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ
കർശനമായ നിയമ നടപടി എടുക്കേണ്ടതുണ്ട്. വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓരോ ദിനങ്ങൾ കഴിയുന്തോറും ഇത്തരത്തിലുള്ള വേദനാജനകമായ ഓരോ വാർത്തകളും നാം എല്ലാവരും കേൾക്കേണ്ടി വരും. അത്തരത്തിലുള്ള വാഹനാപകടങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, നബിദിനത്തിൻ്റെ അന്ന് എല്ലാ വർഷക്കാലവും കണ്ടുവരുന്ന മനോഹരമായ ചില കാഴ്ചകളുണ്ട്. അന്നേ ദിവസം അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ, മാനവികതയുടെ മനോഹരമായ ഒരു കാഴ്ച കൂടി സമ്മാനിക്കുന്ന ഒരു ദിനം കൂടിയാണ്. നമുക്കറിയാം, ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ, ഒരുപാട് ഹിന്ദു സഹോദരിമാർ, ഒരുപാട് അമ്പല കമ്മിറ്റികളിലെ ഭാരവാഹികൾ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നബിദിനത്തിന് വരുന്ന കുട്ടികളെ സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും മിഠായികൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഒരുപാട് കാഴ്ചകൾക്ക് നാം എല്ലാവരും സാക്ഷിയായി. അതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 വീഡിയോകൾ ഞാനൊന്ന് കാണിക്കാം. ശരിക്കും ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നബിദിനാഘോഷം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ, പരസ്പരം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും തമ്മിലൊരു സൗഹാർദ്ദം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഘോഷയാത്രയിലാണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നിടത്താണെങ്കിലും രാത്രിത്തെ കലാപരിപാടികളാണെങ്കിലും ഒക്കെ സമൂഹത്തിൽ നാനാതുറയിലുള്ള എല്ലാവരും പരസ്പരം ഒന്ന് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ച, അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെയല്ലാതെ വേറെ എവിടെയാണ് നമുക്ക് പരസ്പരം ഒന്ന് ചേരാൻ കഴിയുക? നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം സഹോദരങ്ങളായ ആളുകളും കുട്ടികളുമൊക്കെ ദഫ് കളിക്കുന്ന സമയത്ത് അത്തരം ദഫ് കളിക്കുന്ന ആളുകളോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങളും പങ്കുചേരാറുണ്ട്. അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ, മാനവികതയുടെ ഒരു സന്ദേശം കൂടിയാണ്. അത്തരത്തിൽ ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മനോഹരമായി കൊണ്ട് മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ദഫ് കളിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി. കോഴിക്കോട് ഓമശ്ശേരി ഹയാത്തുൽ ഇസ്ലാം മദ്രസ സംഘടിപ്പിച്ച നബിദിനാഘോഷ റാലിയിലാണ് ആ മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചത്. ആ നബിദിന റാലിയിൽ മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളോടൊപ്പം അദ്ദേഹവും മനോഹരമായി കളിക്കുകയാണ്. അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ, അവിടെയുള്ള നാട്ടുകാർ അദ്ദേഹത്തെ വാരിപ്പിണർന്നുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടുമാല അണിയിക്കുന്ന കാഴ്ചയും നമ്മളെ വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുന്ന കാഴ്ചയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ്. ഞാൻ ഈ ആഗ്രഹമായിട്ട് കണ്ടുവന്നല്ലാതെ ഒരു മുട്ടി പരിചയമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ കോൽക്കളി കളിക്കുന്നത് കൊണ്ട് ശരീരം ഒന്ന് വഴങ്ങി കിട്ടി, അതൊരു അനുഗ്രഹമായി മാറി. പിന്നീട് ഈ നാട് ഒരു മതസൗഹാർദ്ദത്തിന്റെ നാടാണ് എന്ന് ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പുറത്തുള്ളവർക്കും അറിയാം. ഈ കൂട്ടായ്മയിൽ ഇത് ഒരു വമ്പൻ വിജയമാക്കാൻ നമ്മളെ ഒരു ഉസ്താദ് മാനു ഇതിലൊക്കെ സഹായിച്ചു. അതിൽ പ്രത്യേക ഒരു നന്ദി പറയുകയാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം. പലപ്പോഴും ഈ ഒരു മതസൗഹാർദ്ദത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും ഒരുമിച്ച് സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന സുന്ദരമായ ഒരു മാനവികതയെ പലപ്പോഴും വർഗീയവാദികൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ അവരുടെ അജണ്ടകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അതിനെയെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന, അത്തരം അജണ്ടകളെ തകർത്തെറിയുന്ന സുന്ദരമായ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലെ ഓരോ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും കാഴ്ചവെക്കുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു വർഗീയവാദികളുടെയും അജണ്ടകൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.